ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരുപാട് ഗുണഗണങ്ങളുള്ള നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഉലുവപ്പാൽ റെസിപ്പിയാണ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ ഒരു 100 ഗ്രാമോളം ഉലുവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു 100 ഗ്രാമാണ് ഉലുവ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഏകദേശം ഒരു 8 മണിക്കൂറോളം നമുക്ക് സോക്ക് ചെയ്ത് വെക്കാനുണ്ട്. ഉലുവ നമ്മുടെ ശരീരത്തിന് ദഹനത്തിനും അതുപോലെ തന്നെ കുടലിന് നല്ലൊരു ക്ലീനിങ് എഫക്റ്റ് തന്നെ നൽകും കേട്ടോ. ഉലുവ നമ്മൾ ഇതുപോലെ കഴിക്കുന്നത് മൂലം. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് 25 ഗ്രാം വരയ്ക്കും, അതായത് 1.25 ടേബിൾ സ്പൂണോളം ഉലുവ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 50 ഗ്രാമോളം ഉലുവ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ് ഉലുവ നമുക്ക് എടുക്കുന്നത്. കർക്കിടക മാസത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉലുവ കൊണ്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് തന്നെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ഉലുവ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വെക്കുന്നുണ്ട്. ഉലുവയിൽ ധാരാളം അയൺ, ഫൈബർ, അതുപോലെ തന്നെ ഷുഗർ കുറയാനും കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അത്രയ്ക്ക് നല്ലതാണ് ഈ ഒരു ഉലുവ. അതുപോലെ തന്നെ PCOD ഉള്ളവർക്കും ഈ ഒരു റെസിപ്പി കഴിക്കാം. അതുപോലെ തന്നെ തൈറോയിഡ്, നെഞ്ചിരിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ഒരു ഉലുവ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 മണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച ആ ഒരു ഉലുവ ഞാനിതാ കുക്കറിലേക്ക് വേവിക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 വിസിലോളം നമുക്ക് കുക്കർ ഒന്ന് വിസിലിട്ട് കൊടുക്കാനുണ്ട്. അപ്പോഴാണ് നമുക്ക് നല്ല രീതിക്കൊന്ന് ഉലുവ വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മധുരത്തിലേക്ക് ആവശ്യമായ ശർക്കരയൊന്ന് മെൽറ്റാവാൻ വയ്ക്കാം. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതൊന്ന് മെൽറ്റാകാനുള്ള വെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ശർക്കരയൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഉലുവപ്പാലിലേക്ക് ആവശ്യമായ തേങ്ങാപ്പാലും കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ 100 ഗ്രാമിന് ഈ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിതാ ഒരു 3 ഏലക്ക നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഉലുവ നന്നായിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഉലുവ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഞാനിത് ചൂടോടുകൂടി തന്നെ ബ്ലെൻഡറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ആറിയതിന് ശേഷം കൂടെ അടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ബ്ലെൻഡറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലൊരു 3/4 ഭാഗം ഉലുവയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ബാക്കി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ഉലുവ ഞാൻ നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഉലുവ വേവിച്ച ആ ഒരു വെള്ളം തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ ധാരാളമായിരുന്നു. അപ്പോൾ ഇനി ഇതാ നമ്മൾ അരച്ചെടുത്ത ആ ഒരു ഉലുവ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. പ്രസവശേഷം ഉലുവ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പാല് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഉലുവ ഭക്ഷണങ്ങൾ എടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനയ്ക്കൊക്കെ ഇതുപോലെ നമ്മൾ കഴിക്കുന്നത്, ഈ ഉലുവയൊക്കെ ഇതുപോലെ നമ്മൾ റെഡിയാക്കി കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങാപ്പാൽ, നല്ല തിക്കായിട്ടാണ് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കേണ്ടത്. അതും കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് തേങ്ങാപ്പാലും നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതുപോലെ തന്നെ അമിതവണ്ണം ഉള്ളവർക്ക് രാവിലെ വെറും വയറ്റിൽ ഉലുവ വേവിച്ച വെള്ളം കുടിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. ഉലുവ നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ ചർമ്മത്തിനൊക്കെ നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഉലുവ അരച്ചത് നമ്മൾ നല്ല ഫേസ് പാക്ക് ആയിട്ടും അതുപോലെ തന്നെ ഹെയർ പാക്ക് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്രയ്ക്ക് നല്ലതാണ് ഈ ഒരു ഉലുവ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആയിട്ടാണ് ഷുഗർ പേഷ്യൻസ് ഉപയോഗിക്കുന്നത്. കാരണം ഷുഗർ പേഷ്യൻസിന് മധുരം പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ മധുരം ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഷുഗർ പേഷ്യൻസ് ഈ ഒരു ഉലുവപ്പാൽ കഴിക്കേണ്ടത്.
കർക്കിടക മാസത്തിലുണ്ടാവുന്ന ആ ഒരു നടുവേദന, അതുപോലെ തന്നെ സന്ധിവേദന ഒരുപാട് പേർക്കുണ്ടാവുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഉലുവ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത് മൂലം കർക്കിടക മാസത്തിലുണ്ടാവുന്ന ആ ഒരു ഊരവേദന, അതുപോലെ തന്നെ സന്ധിവേദനയൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഇല്ലാണ്ടാകും. അതുപോലെ തന്നെ ധാരാളം ഫൈബർ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കാരണം ഉണ്ടാവുന്ന ആ ഒരു കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്കൊക്കെ ഉലുവ ഇതുപോലെയൊക്കെ ഉലുവക്കഞ്ഞിയായിട്ടും ഒക്കെ കഴിക്കുന്നത്, ഉലുവപ്പാലായിട്ടോ കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ചില ക്യാൻസറുകളൊക്കെ തടയാനും ഇത് വളരെ സഹായകരമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത്. ഉലുവേൻ്റെ ആ ഒരു കയ്പ്പ് ടേസ്റ്റൊന്നും നമുക്ക് വല്ലാണ്ട് അറിയത്തില്ല. നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കാൻ. അത്രയ്ക്ക് ടെംപ്റ്റിംഗ് ആണ്. ഒരു ഗ്ലാസ് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നത് കൊണ്ട് ഹാർട്ടിൻ്റെ ഹെൽത്തിനും ഇത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ശരീരബലം കൂട്ടാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ ഉലുവ ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഉലുവയും തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉലുവപ്പാൽ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസ് നമ്മളിത് ശർക്കര ചേർക്കുന്നതിന് മുമ്പായിട്ട് റെഡിയാക്കിയ ആ ഒരു തേങ്ങാപ്പാലും ഉലുവയും ചേർത്തിട്ടുള്ള ആ ഒരു മിക്സാണ് കഴിക്കേണ്ടത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ്. നല്ല രീതിക്ക് തന്നെ ഷുഗർ കുറയും. അപ്പോൾ ഒരുപാട് പ്രയോജനകരമായ ഒരു ഉലുവപ്പാൽ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ.